നീലവസന്തത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മൂന്നാറിലെ മലനിരകൾ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ മൂന്നാറിലെ പുൽമേടുകളിൽ പൂത്തുനിറയാൻ ഇനി 1 മാസം മാത്രം. കാഴ്ചയുടെ ഈ മഹാവിസ്മയം ആസ്വദിക്കാൻ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് മൂന്നാറിലേക്ക് എത്താനിരിക്കുന്നത്. പശ്ചിമഘട്ട മലനിരകൾ ഒരിക്കൽ കൂടി നീലവസന്തത്തിന് ഒരുങ്ങുകയാണ്. മൂന്നാറിലെ മലനിരകൾ വ്യാഴവട്ടത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ വിസ്മയമേള പണിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്ത് 5 സ്വാഭാവിക പുൽമേടുകളിൽ ഇപ്പോൾ തന്നെ കുറിഞ്ഞിപ്പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചൊക്രമുടി, മീശപ്പുലിമല, എലഞ്ഞിമേട്, ഗുണ്ടുമല എന്നിവിടങ്ങളിലെല്ലാം പൂക്കൾ അങ്ങിങ്ങായി വിരിഞ്ഞു തുടങ്ങി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെട്ട ചൊക്രമുടി തന്നെയാണ് പ്രധാന ആകർഷണമാകാൻ പോകുന്നത്. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളോടെ മലകളെല്ലാം പൂക്കൾ കൊണ്ട് മൂടും. പൂക്കാലത്തെ വരവേൽക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നീലവസന്തത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വൻതോതിൽ സഞ്ചാരികൾ എത്തും എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. അപൂർവമായി പ്രകൃതി വിസ്മയം ആസ്വദിക്കാൻ 2 ലക്ഷത്തിലധികം സഞ്ചാരികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫോറസ്റ്റർ ജോൺസൺ പറഞ്ഞു. സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എക്കോ ഷോപ്പ്, പ്രവേശന കവാടം, ഇരിപ്പിടങ്ങൾ, നീലക്കുറിഞ്ഞി കഫേ എന്നിവയുടെയെല്ലാം നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺകുമാർ വ്യക്തമാക്കി. ഞങ്ങൾ ഒരു ദിവസം 1000 പേര് മുകളിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിൽ കൂടെ ചിലപ്പോൾ ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ഒരു കുറിഞ്ഞി സീസൺ 2020 ഒരു കുറിഞ്ഞി സീസൺ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു കുറിഞ്ഞിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നല്ല രീതിയിൽ കുറിഞ്ഞി പൂക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം ഒരുപാട് ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അധികം ആളുകളെ വരുമെന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്താകെ 250 ഇനം കുറിഞ്ഞികളാണ് ആകെയുള്ളത്. ഇവയിൽ 46 ഇനം ഇന്ത്യയിൽ പൂക്കുന്നവയാണ്. പശ്ചിമഘട്ടത്തിലെ ഷോലവനങ്ങളിൽ കാണപ്പെടുന്ന നീലക്കുറിഞ്ഞികളാണ് കൂട്ടത്തോടെ പൂത്ത് കാഴ്ചയുടെ മഹാവിസ്മയം തീർക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.